ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കപ്പലണ്ടി മിഠായി തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമല്ലോ. നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ച കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വറുത്ത കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇതിൻ്റെ തൊലി നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. ഇനിയും 1 കപ്പ് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്കിതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടുതലായാൽ ഇത് റെഡിയായി കിട്ടാൻ നമുക്ക് കൂടുതൽ സമയമെടുക്കും. ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മുടെ കപ്പലണ്ടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര പാനിയായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. കരടൊക്കെ അങ്ങ് മാറിക്കിട്ടട്ടെ. അങ്ങനെ ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ആക്ച്വലി 2 ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ, ശർക്കരയും കപ്പലണ്ടിയും. എന്നാലും നമുക്ക് നെയ്യും അല്പം ഏലക്കാപ്പൊടിയും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കപ്പലണ്ടി മിഠായിക്ക് ഒരു പ്രത്യേക സ്വാദ് കിട്ടും. അങ്ങനെ നമ്മുടെ ശർക്കര റെഡിയായോ എന്നൊന്ന് നോക്കാം. ഇത് നമുക്കറിയാം, ലഡുവിൻ്റെയൊക്കെ പരുവത്തിലായിട്ടേ ഉള്ളൂ. നമുക്ക് ഈ രീതിയിൽ ഇതൊന്ന് ഒടിച്ചെടുക്കാവുന്ന തരത്തിൽ വേണം കിട്ടാനായിട്ട്. എന്നാലേ നമ്മുടെ കപ്പലണ്ടി മിഠായി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ശർക്കര ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. കുറേശ്ശെയായിട്ട് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ കപ്പലണ്ടിയെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മിനിറ്റ് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കപ്പലണ്ടിയും ശർക്കരയും തുല്യ അളവിലെടുത്താൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നമ്മുടെ കപ്പലണ്ടി മിഠായി കിട്ടും. ഇനി ഇത്രയും മധുരം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇത് ഞാൻ നെയ്യ് പുരട്ടിയ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നെയ്യ് പുരട്ടിയ സ്പൂൺ കൊണ്ട് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. നമുക്ക് എത്രയും തിക്നെസ് വേണോ ആ തരത്തിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഞാനിത് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ നമ്മൾ ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. തണുത്തു പോയാൽ നമുക്കിതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മളിത് ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയും വേണം. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഷേപ്പിൽ ഒടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ നമ്മുടെ കപ്പലണ്ടി മിഠായി ഒരു സ്പൂൺ ഉപയോഗിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്പൂണിന് പകരം നമുക്കൊരു ഗ്ലാസ്സോ കട്ടോരിയോ എന്തെങ്കിലും ഉപയോഗിച്ചാലും മതിയാകും. ഇനി ഞാനിത് കറക്റ്റ് സൈസിനൊന്ന് കട്ട് ചെയ്ത് കൂടി വെക്കുകയാണ്. ഇനി നമുക്കൊരു 1 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സേഫായിരിക്കുക.